എന്നാൽ എൻ്റെ പാസ്പോർട്ട് കാണാനില്ല സർ. അത് ഞാൻ ടി വിയുടെ മേലെ വെച്ചിരിക്കുകയായിരുന്നു. ടി വി തന്നെ ഒഴുകിപ്പോയി. ഞാൻ അയാളുടെ പാസ്പോർട്ടിനെ കുറിച്ച് ഓർമ്മിച്ചു. അതിർത്തി പ്രദേശത്ത് വെച്ച് അയാൾ അമ്മയുടെ കമ്മൽ വിറ്റ് കിട്ടിയ പണം കൊണ്ട് സമ്പാദിച്ച പാസ്പോർട്ട്. അയാളുടെ പേരോ ചിത്രമോ ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. എന്നാലും ഒരു തരത്തിൽ അത് പാസ്പോർട്ട് തന്നെയായിരുന്നു. രണ്ട് അതിർത്തികൾ അയാൾക്ക് കടന്നു വരാൻ കഴിഞ്ഞത് അത് വീശിക്കാണിച്ചത് കൊണ്ടല്ലേ? ആരുമില്ലാത്ത ഒരാളുടേതായതുകൊണ്ടാണോ അതിൽ ഫോട്ടോയോ പേരോ ഇല്ലാതിരുന്നതെന്ന് തപോമയി മുൻപ് പറഞ്ഞത് ഞാൻ ഓർമ്മിച്ചു. ഇപ്പോൾ അതും ഇല്ലാതായി. രേഖകളൊന്നുമില്ലാതെ ശൂന്യ മനുഷ്യനായി അയാൾ മാറി. ചിലപ്പോൾ അതും ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഒന്നും സൂക്ഷിക്കേണ്ട എന്നത് തന്നെ വലിയ സ്വാതന്ത്ര്യമാണ്. അയാൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ നോക്കി ചിരിച്ചു. ഭാരമില്ലായ്മയുടെ ചിരി. അയാൾ ചിരിക്കുന്നത് ആദ്യമായി കാണുകയാണെന്ന് അപ്പോൾ ഞാൻ ഓർത്തു. ഇക്കാലത്ത് ഒരാൾക്ക് ചിരിക്കാൻ അറിയുമെന്ന് വരുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? വയലാർ അവാർഡ് നേടിയ ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിൽ പ്രധാന കഥാപാത്രങ്ങൾ നേരിട്ട് കാണുന്ന നിരവധി അഭയാർത്ഥി പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു. ഒരു വരയുടെ അപ്പുറവും ഇപ്പുറവുമായി അനേകം മനുഷ്യർ അവർക്ക് പോലും അറിയാത്ത രാഷ്ട്രീയ സമസ്യയുടെ അഴിയാക്കുരുക്കിൽ ജീവിതം ജീവിച്ചു തീർക്കുക. ലോകത്തിൻ്റെ അനിവാര്യമായ ഒഴുക്കിൽ ജീവിതം എന്ന കഠിനതയിൽ ഒഴുക്കിനൊപ്പം കടന്നു പോവുക. അതിൻ്റെ നിത്യമായ ഭാരത്തിൽ ഏതെങ്കിലും ഒരു കരയിലടിയുക. മറ്റൊരു കോലാഹലത്തിൻ്റെ ഇടവേളകളിൽ അവർക്ക് ജീവിതത്തിലുടനീളം അപ്രസക്തമായ കലണ്ടറിലെ ദിനങ്ങൾ കഴിച്ചുകൂട്ടുക. അടുത്ത കോലാഹലം വരുമ്പോൾ വീണ്ടും മറ്റേതെങ്കിലും ഭൂമിയിലേക്ക് ഒഴുകിയെടുക്കുക. മറ്റേതൊരു മനുഷ്യനെയും പോലെ അന്നേ വരെ ചേർത്ത് നിർത്തിയ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ആ നിമിഷം വരെ ജീവിക്കാൻ പ്രേരിപ്പിച്ച കാരണങ്ങൾ സകലതും ഈ ദുരിതങ്ങളുടെ പ്രവാഹത്തിൽ ഒളിച്ചുപോകും. മനുഷ്യനെന്നോ മൃഗമെന്നോ തിരിച്ചറിയാനാവാത്ത വിധം ശ്വാസം നിലയ്ക്കും വരെ ഭൂമുഖത്ത് അതിജീവിക്കുക. ആരെന്നു പോലും തിരിച്ചറിയാൻ പേരോ ബന്ധങ്ങളോ രേഖകളോ അവശേഷിപ്പിക്കാതെ ഒടുക്കം കടന്നു പോവുക. രാഷ്ട്രമുണ്ടാക്കുന്ന ക്രമങ്ങളുടെ, അതിൻ്റെ നിയമങ്ങളുടെ അടിയിൽ ഞെരിഞ്ഞമരുന്ന അവസ്ഥ പല കാലങ്ങളായി ഇന്ത്യയും അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഭീകരമായ മുഖത്തിന് സാക്ഷ്യം വഹിച്ചത് രണ്ടാം മോദി കാലത്താണ്. ദേശീയ പൗരത്വ ബിൽ. ഈ മണ്ണിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ വേരുകൾ തേടിപ്പോയി ഇന്ത്യനാണോ എന്നുറപ്പിക്കുന്ന പ്രക്രിയ. അതിനപ്പുറം മുസ്ലിം വിഭാഗത്തെ ഇതര വിഭാഗമായി കാണാൻ പുറത്തുനിന്ന് വന്നവരെന്ന് ചാപ്പകുത്തി കൽത്തുറങ്കിൽ അടക്കാൻ പോന്ന കഠിന നിയമം. അസമിലുൾപ്പെടെ പരീക്ഷിക്കപ്പെട്ട താൽക്കാലിക സുഷുപ്തിയിലേക്ക് പോയ പൗരന്മാരുടെ തലവര മാറ്റിയെഴുതുന്ന നിയമം. എന്നാൽ ആ ഉറക്കങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പുതിയ കുപ്പായമിട്ട് ഈ നിയമം കടന്നു വരികയാണോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ മുഴുവൻ. പൗരനാവേണ്ട നിയമങ്ങളുടെ വഴികളെയെല്ലാം മാറ്റിമറിച്ച് മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ അത് വീണ്ടും കൺമുന്നിലെത്തുന്നു. SIR. ജനാധിപത്യത്തിൻ്റെ ആത്യന്തികമായ വിജയം അതിൽ ജനം പങ്കെടുക്കുന്നു എന്നയിടത്താണ്. സ്വയം നിർണ്ണയിക്കാൻ ശേഷിയുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനാവുന്ന മനോഹരമായ സാധ്യതയാണ് ജനാധിപത്യത്തിലുള്ളത്. ആർക്കൊക്കെ വോട്ട് ചെയ്യാമെന്നത് സംബന്ധിച്ച് രാജ്യങ്ങളുടെ നിയമങ്ങളിൽ പലവിധ മാറ്റങ്ങൾ കാണാനാവും. എന്നിരുന്നാലും ഈ വോട്ടർമാർ ആരൊക്കെയെന്ന് നിശ്ചയിക്കുന്ന പ്രക്രിയ അത്യന്തം സങ്കീർണമാണ്. 1788-89 അമേരിക്കൻ ഐക്യനാടുകൾ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസരത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയുടെ ആദ്യ മാതൃക ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ വോട്ട് സംബന്ധിച്ച് ദേശീയ രേഖ രൂപപ്പെടുന്നത് 1951-52 കാലയളവിലാണ്. ഇവിടെയും അഖിലേന്ത്യാ തലത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചപ്പോൾ കൊളോണിയൽ അധികാരത്തിന്റെ പ്രതാപങ്ങൾ അവസാനിച്ച ആദ്യ നാളുകളിൽ തയ്യാറാക്കിയ ആ പട്ടികയിൽ ഇടം നേടിയത് 17 കോടിക്ക് മുകളിൽ വരുന്ന മനുഷ്യരായിരുന്നു. ഈ പട്ടികകൾ ഏതാണ്ട് പ്രതിവർഷം തന്നെ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും ഒക്കെ നിരന്തര പരിഷ്കരണത്തിന് വിധേയമാവുന്നു. ഇപ്പോഴുള്ള പ്രത്യേക പരിഷ്കരണ പ്രക്രിയ ഇന്ത്യയിൽ പുതിയതല്ല. മുൻപ് രാജ്യമാകെയോ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെയായി 11ഓളം തവണ വോട്ടർ പട്ടിക SIRന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. കേൾക്കുമ്പോൾ വളരെ ലളിതമായ പ്രക്രിയ മാത്രമാണ് SIR. പുതിയ വോട്ടർ പട്ടിക നിർമ്മിക്കുക. വീട് വീടാന്തരം ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വോട്ടർമാരെ കണ്ട് ബോധ്യപ്പെട്ട് പേര് ചേർക്കുക. കാലാനുസൃതമായി പട്ടികയിൽ മാറ്റം വരുത്തുക. കൂടുതൽ വോട്ടർമാരെ ഉൾപ്പെടുത്തി രാജ്യത്തെ വോട്ടിംഗ് സമ്പ്രദായം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൊണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രക്രിയയാണിത്. പക്ഷേ ഈ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും പ്രത്യേക താല്പര്യവും അജണ്ടയും അടിസ്ഥാനത്തിലാവുന്നതോടെ ഇതൊരു രാഷ്ട്രീയ ഉന്മൂലന പ്രക്രിയയായി മാറും. ഈ അർത്ഥത്തിൽ SIR വിവാദമാവുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയ കാലയളവിലല്ല, മറിച്ച് 22 വർഷം മുൻപ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വെളിച്ചം കണ്ട മറ്റൊരു പട്ടികയിലാണ്. 2003 തീവ്ര പരിഷ്കരണം വഴി പുറത്തിറങ്ങിയ പട്ടിക. ഏതാണ്ട് മേൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങൾ തന്നെയാണ് അന്നും പുതിയ പട്ടിക നിർമ്മാണ വേളയിൽ ഉയർന്നു കേട്ടത്. പട്ടിക പുറത്തിറങ്ങിയപ്പോൾ പുകിലുകളുടെ ഘോഷയാത്ര ആരംഭിക്കുകയായിരുന്നു. വാജ്പേയി സർക്കാർ ആയതുകൊണ്ട് തന്നെ പട്ടിക BJPക്ക് അനുകൂലമായിരുന്നു. പ്രതിപക്ഷ വോട്ടുകളിൽ ചിലത് കൂട്ടത്തോടെ ഒഴിവാക്കപ്പെട്ടു. വാതിൽപ്പടിയിലെത്തി അന്വേഷണം നടത്തിയിട്ടും നീതീകരിക്കാനാവാത്ത തെറ്റുകളുടെ ആവർത്തന പട്ടികയായി ഈ ലിസ്റ്റ് മാറി.
ഏതെങ്കിലും സർക്കാർ സേവനങ്ങൾക്ക് വ്യക്തിയുടെ തെളിവായി കാണിക്കേണ്ട ഈ രേഖയിലെ തെറ്റുകൾ ആ സേവനം തന്നെ ലഭിക്കാതിരിക്കാൻ കാരണമാണ്. പട്ടികയിൽ നിന്നുള്ള ഒഴിവാക്കലിന് കമ്മീഷനോ സർക്കാരിനോ ഉത്തരങ്ങളില്ലാതെ ഇന്ത്യ എന്ന ബഹുസ്വരത നിറഞ്ഞ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ സമ്പ്രദായത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ആ പട്ടികയ്ക്കായില്ല. ആ പട്ടിക നിർമ്മിച്ച അനുഭവ പാഠങ്ങളുടെ പിൻകുറിപ്പായി അന്ന് ഇലക്ഷൻ കമ്മീഷൻ ചില വരികൾ എഴുതി വെച്ചു. ഭാവിയിൽ എന്തെങ്കിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയാണെങ്കിൽ സുതാര്യവും നീതിയും ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. ആ പാഠങ്ങളെല്ലാം 2025 പുതിയ പതിപ്പിൽ ജലരേഖകളായി. വിവാദവും അത്ര തന്നെ പ്രശ്നങ്ങളും നിറഞ്ഞ ഈ പട്ടികയെ തന്നെ 2025 തീവ്ര പരിഷ്കരണത്തിന്റെ അടിസ്ഥാന രേഖയായി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ഇതിന് പിന്നിൽ കൃത്യമായി BJP ഇടപെടലുണ്ടായിരുന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് പൊതുരാഷ്ട്രീയത്തിൽ സംഭവിച്ചത്. ഒന്ന്, രണ്ടാം മോദി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച് പാതി വഴിയിൽ നിർത്തിയ പൗരത്വ ബില്ല്. മറ്റൊന്ന്, നേരിട്ട 3ാം തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മൃഗീയ ഭൂരിപക്ഷത്തിന്റെ നഷ്ടവും പ്രതിപക്ഷ പാർട്ടികളുടെ ഉണർവും. ദേശീയ പൗരത്വ ബിൽ നടപ്പിലാക്കിയ അസമിന്റെ പിന്നീടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം അത്ര കണ്ട് മെച്ചമായിരുന്നില്ല. ഈ രാജ്യത്ത് ജനിച്ചവർക്കും രാജ്യത്തിനായി പട്ടാള സേവനം അനുഷ്ഠിച്ചവർക്ക് പോലും പൗരത്വം തെളിയിക്കാനാവാതെ അഭയാർത്ഥി പട്ടികയുടെ നീണ്ട കടലാസിൽ ഇടം പിടിച്ചു. അസമിലെ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും എളുപ്പത്തിൽ NRC നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന പാഠമാണ് കേന്ദ്രം അതിൽ നിന്ന് പഠിച്ചത്. അത് മറ്റ് സംസ്ഥാനങ്ങളെ നടപ്പിലാക്കാൻ കുറെ കൂടി നിയമസാധ്യത ആവശ്യമാണ്. ജനപ്രാതിനിധ്യ നിയമമാണ് കേന്ദ്രം അതിൻ്റെ താക്കോലായി കണ്ടത്. അതിൻ്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ പൗരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക. അത് തെളിയിക്കാൻ സാധിക്കാത്തവർക്ക് ആജന്മ അഭയാർത്ഥി എന്ന് ചാപ്പ കൽപ്പിച്ചു കൊടുക്കുക. പ്രതിപക്ഷ പാർട്ടികളുടെ വളർന്നു വരുന്ന ഏകോപനവും തീർച്ചയായും കേന്ദ്രത്തിന് ഭീഷണിയാണ്. 1ാം മോദി സർക്കാരിന് ഏത് തീരുമാനമെടുക്കാനോ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന അവസ്ഥയിൽ നിന്നും 3-ലെത്തുമ്പോൾ കട്ടിച്ച് കടന്നുകൂടിയ സർക്കാരായി മാറി. ഇനിയും ഒരു ഭരണം സാധ്യമാക്കാൻ പ്രതിപക്ഷ വോട്ടുകൾ നിയന്ത്രിക്കുക എന്ന കുറുക്കുവഴിയിലേക്കാണ് അവരെത്തിയത്. മോദി ഭരണകൂടത്തിന്റെ വിശ്വസ്ത സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ തന്നെ അതിന് ഉപയോഗിച്ചു. ഈ പരീക്ഷണങ്ങളുടെ ആദ്യ ഭൂമികയായി ബീഹാർ മാറി. SIR ദീർഘകാല നിയമ പോരാട്ടത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെട്ടു. വോട്ടില്ലാതെ ലക്ഷങ്ങൾ പട്ടികയ്ക്ക് പുറത്തായി. അതിൽ വിദേശബന്ധം ആരോപിക്കാൻ കമ്മീഷന് സാധിച്ചത് 1% താഴെ വരുന്ന ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവരുടെ വോട്ട് തള്ളിയതിന് ഇപ്പോഴും കമ്മീഷന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ അയോഗ്യത കൽപ്പിക്കപ്പെട്ടത് സീമാഞ്ചൽ മേഖലയിലാണ്. സീമാഞ്ചൽ മേഖലയുടെ പ്രധാന പ്രത്യേകത അവിടുത്തെ ബഹുഭൂരിപക്ഷവും പ്രതിപക്ഷ വോട്ടുകളായിരുന്നു. വോട്ടർമാരിൽ ഏറിയ പങ്കും മുസ്ലിം വിശ്വാസികളായിരുന്നു. SIR അനുശാസിക്കുന്ന പല നിയമങ്ങളും അവിടെ അട്ടിമറിക്കപ്പെട്ടു. വീടുകൾ തോറും കയറിയിറങ്ങുമെന്ന കമ്മീഷൻ വാഗ്ദാനം വെറും വാക്കായി. BLOമാർ അതിസാധാരണക്കാരായ നിരവധി വോട്ടർമാരുടെ വീടിന്റെ പരിസരത്ത് പോലും വന്നു നോക്കിയില്ല. വിദ്യാഭ്യാസമുള്ള ഉന്നത കുലജാതർ വാർത്തകൾ വഴി വിവരമറിഞ്ഞ് അവരുടെ ഭാഗം കൃത്യമാക്കി വെച്ചു. സ്കൂളിന്റെ പടി കാണാത്ത നിരവധി പട്ടിണി പാവങ്ങൾ അപ്പോഴും തീവ്ര വോട്ടർ പരിഷ്കരണത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ കാത്തുന്നു. ആരും അവരെ തേടിയെത്തിയില്ല. യോഗ്യരായ ആരും പുറത്തായില്ലെന്ന് കമ്മീഷൻ പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്ത ഈ പാവങ്ങൾക്ക് വോട്ടെവിടെ എന്ന ചോദ്യത്തിന് കമ്മീഷൻ ഉത്തരവില്ല. പൗരത്വ രേഖകൾ സംബന്ധിച്ചും അവിടെ നൂലാമാലകളുണ്ട്. ഇപ്പോൾ കമ്മീഷൻ പറഞ്ഞതുപോലെ ആധാറിന് ആദ്യം അംഗീകാരമുണ്ടെങ്കിലും പിന്നീട് ബീഹാറിൽ ആ പരിഗണന ലഭിച്ചില്ല. പ്രധാന രേഖകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. സ്കൂൾ എന്നത് എന്തെന്ന് പോലും അറിയാത്ത 10,000-ങ്ങൾക്ക് അത് കിട്ടാക്കനിയായി അവശേഷിച്ചു. ഇതോടുകൂടി വോട്ടർ ലിസ്റ്റിൽ നിന്നും മാത്രമല്ല, അവർ അവരുടെ ഭൂപ്രദേശത്ത് നിന്നും പോലും പൗരന്മാർ എന്ന നിലയിൽ നിഷ്കാസിതരാക്കപ്പെട്ടു. വിദേശത്ത് നിന്ന് കുടിയേറിയവർ എന്ന് മുദ്ര കുത്തപ്പെട്ടു. സീമാഞ്ചലിൽ പുറത്താക്കിയവർക്ക് സമാന സ്വഭാവമുണ്ടായിരുന്ന ഉന്നത കുലജാതർ ബീഹാറിൽ സ്പെഷ്യൽ ഇളവുകൾ ലഭിച്ചു. അവരെ മാത്രം 2003 ഇലക്ടർ റോഡുകളിൽ പേരെഴുതിച്ചു. ഈ സംരക്ഷിക്കപ്പെട്ട വോട്ടുകളെല്ലാം BJP അനുകൂല വോട്ടുകളായിരുന്നു. ഇത്രയും വലിയ പരിഷ്കരണ യജ്ഞത്തിന് നിയോഗിക്കപ്പെട്ട പലരും കൃത്യമായി ധാരണയുള്ളവരോ പരിശീലനം നേടിയവരോ ആയിരുന്നില്ല. കുറഞ്ഞപക്ഷം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പോലും സാധിക്കാത്ത നിരവധി ഉദ്യോഗസ്ഥർ അക്കൂട്ടത്തിലുണ്ടായി. ബീഹാറിലെ SIR നൽകുന്ന പാഠം ചെറുതല്ല. അതാ വലിയ ജനസഞ്ചയത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം. നിയമപരമായി പല കാലങ്ങളിലെ വ്യവഹാരങ്ങളും വിവരങ്ങളും ഈ SIR-ൽ വഴിമാറിക്കൊടുക്കേണ്ടി വരും. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326 വോട്ടർ പട്ടികയിലുള്ളവർ പൗരത്വം തെളിയിക്കുന്നത് എന്തിനെന്ന വിവക്ഷ അപ്രസക്തമായി. 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ വോട്ടർ ആവാനുള്ള രേഖകളിൽ സാധൂകരിക്കാനാവാത്ത മാറ്റം വന്നു. 1995 ലാൽ ബാബു ഹുസൈൻ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം ഒരിക്കൽ ഇലക്ടറൽ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റില്ല. ഇനി പൗരത്വത്തിന്റെ പേരിൽ അയാളെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ ഭാഗം കേൾക്കണമെന്ന നിരീക്ഷണം ബീഹാറിൽ പ്രാവർത്തികമായില്ല. 1964 ഫോറിനേഴ്സ് ആക്ടിൽ പൗരത്വം കൈകാര്യം ചെയ്യാനുള്ള ഒരേയൊരു ഓഫീസായി വിദേശകാര്യ മന്ത്രാലയത്തെ കാണുമ്പോൾ അതും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വഴിമാറി. ഇത്തരം നിരവധി അട്ടിമറികൾ ബീഹാറിൽ സംഭവിച്ചു കഴിഞ്ഞു. 2019 പൗരത്വ ബിൽ ചർച്ച ചെയ്യുന്ന കാലയളവിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിന്റെ പരീക്ഷണ മണ്ഡലം കൂടിയായി ബീഹാർ. ആപ്കാ ക്രോണോളജി സംശയ
നിങ്ങളുടെ കാലയളവൊക്കെ ഞങ്ങൾക്കറിയാം എന്ന വെല്ലുവിളിയുടെ പ്രവർത്തന രൂപമായി SIR മാറി. അസമിൽ ഇതിനു മുൻപ് 1997 SIR നടപ്പിലാക്കിയപ്പോൾ അന്ന് നിരവധി പേരുടെ ചിത്രത്തിന് മുകളിൽ D എന്ന് കമ്മീഷൻ രേഖപ്പെടുത്തിയിരുന്നു. D എന്നാൽ ഡൗട്ട്ഫുൾ, സംശയാസ്പദം. തലയ്ക്ക് മുകളിൽ പൗരന്മാരാണോ എന്ന സംശയത്തിന്റെ വാളുമായി ഇന്നും നിരവധി പേർ അസമിൽ അതിജീവിക്കുന്നു. അസമിൽ പിന്നീട് പൗരത്വ ബില്ല് നടപ്പിലാക്കിയപ്പോൾ യാതൊരു രേഖയുമില്ലാത്ത മറ്റു മതസ്ഥർക്ക് ഈ സംശയത്തിന്റെ നിഴലിൽ നിന്ന് വിമുക്തി ലഭിച്ചു. എന്നാൽ അവിടെയും മുസ്ലിങ്ങൾ ബാക്കിയായി. SIRലും ഒരു ജനതയെ കാത്തിരിക്കുന്നത് ഈ അനുഭവങ്ങൾ തന്നെയായിരിക്കും. SIRന്റെ വ്യാപനം ഇന്ത്യ മുഴുവനാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറെടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ തുടക്കം മുതലേ ഈ പൗരത്വ ഒളിച്ചുകടത്തൽ ബില്ലിനെതിരെ നിലകൊണ്ടിരുന്നു. പൗരത്വ ബില്ലിനെ ഇന്ത്യയിൽ ആദ്യം എതിർത്ത സംസ്ഥാനവും നിയമസഭയും കേരളമായിരുന്നു. ഒരു മനുഷ്യനെ പോലും അഭയാർത്ഥിയാക്കാതെ ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനമാണ് അന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ഒരു മനുഷ്യൻ പോലും പുറത്താവാത്ത കരുതലിന്റെ കരുത്ത് SIRലും കേരളം കാണിക്കും. കേരളം ഒന്നടങ്കം എതിർത്ത തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേരളത്തിൽ പൂർത്തിയാക്കില്ല. പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന മണ്ണാണിത്. അതിന് മനുഷ്യരെ ഒറ്റുകൊടുക്കുന്ന തീവ്ര ആശയങ്ങളുടെ മുൻപിൽ തലകുനിക്കാനാവില്ല. സകല അധിനിവേശങ്ങളെയും കേരളം നേരിട്ടത് നെഞ്ചു വിരിച്ചാണ്. ആ ഓർമ്മയുടെ ചൂട് തന്നെയാണ് കരുത്ത്. ആ പോരാട്ടങ്ങളുടെ തീ പകർന്ന വെളിച്ചം തന്നെയാണ് ആയുധം.